ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 7. പിറ്റേന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് മീര ലൈബ്രറിയിലെത്തി. കസേരയിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന രവിചേട്ടനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മീര ഷെൽഫിൽ നിന്നും ആത്മാവിൻ്റെ ശിഖരങ്ങളിൽ എന്ന പുസ്തകമെടുത്ത് ജനലോരത്തെത്തേണ്ട സ്ഥിരം കസേരയിൽ വന്നിരുന്നു. പുസ്തകം വായിക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും ലൈബ്രറിയിലാകെ മീരയുടെ കണ്ണുകൾ കാർത്തികിനെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് കാർത്തിക് ലൈബ്രറിയിലേക്ക് വന്നതേയില്ല. കുറച്ച് സമയത്തിന് ശേഷം മീനു വന്നപ്പോൾ മീര പുസ്തകം രവിചേട്ടനെ ഏൽപ്പിച്ച് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴും മീരയുടെ കണ്ണുകൾ ലൈബ്രറി ആകെ ഒന്ന് പരതി. മീനുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും മീരയുടെ മനസ്സിൽ കാർത്തികിനെ പറ്റിയായിരുന്നു ചിന്ത. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഇന്ന് ഭയങ്കര സൈലൻ്റാണല്ലോ, എന്തു പറ്റി? വണ്ടി ഓടിക്കുന്നതിനിടയിൽ മീനു ചോദിച്ചു. ഞാൻ കാർത്തിക് സാറിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അയാളെപ്പറ്റി ഇപ്പം എന്താ എത്ര ചിന്തിക്കാൻ? ഞാൻ ഇന്നലെ ജോൾസിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ സാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ അയാളെ ആകെ 3 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കണ്ട ആളെ അല്ല ഇന്നലെ ഞാൻ കണ്ടപ്പോൾ. ആളാകെ മുഷിഞ്ഞൊരവസ്ഥ. സാറിൻ്റെ മുഖത്താകെ അഗാധമായ ദുഃഖവും ദയനീയതയായിരുന്നു. എത്ര തിളക്കവും ആകർഷണവുമുള്ള കണ്ണുകളായിരുന്നു ആ കണ്ണുകൾ. ഇന്നലെ നിസ്സഹായത മാത്രമാണ് ഞാൻ കണ്ടത്. വെള്ളിയാഴ്ച പുസ്തകം കൊടുക്കാൻ കണ്ടപ്പോൾ കൂടി സാറിൻ്റെ മുഖത്ത് എന്തൊരു പ്രസരിപ്പായിരുന്നു. മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാതിരിക്കോ? എന്തെങ്കിലും വിഷമം ഉണ്ടായി കാണും. ചേച്ചിക്ക് പുസ്തകം തിരിച്ചു തരാൻ വരുമ്പോൾ കാണുമല്ലോ, അപ്പം ചോദിച്ചാൽ പോരെ? ആ, കാണുമ്പോൾ എന്തായാലും ചോദിക്കണം. ഒരു പക്ഷേ ഫാമിലിയിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകുമായിരിക്കും. അത്രയേറെ ദുഃഖം സാറിനുണ്ടായിരുന്നു, അതുറപ്പാ. മീനു മൂളി. പിറ്റേ ദിവസവും കാർത്തിക് ലൈബ്രറിയിലേക്ക് വന്നില്ല. ഓരോ ദിവസം കഴിയും തോറും കാർത്തിക്കിന് എന്ത് പറ്റിയതായിരിക്കും എന്നറിയാനുള്ള ജിജ്ഞാസ മീരയ്ക്ക് കൂടിക്കൂടി വന്നു. അത് മീര മീനുവിനോട് പറയുകയും ചെയ്തപ്പോൾ, ചേച്ചിക്കിനി അത് മതി. അയാൾക്ക് എന്തെങ്കിലും ആകട്ടെ, നമ്മളെന്തിനാ വെറുതെ അതാലോചിച്ച് സമയം കളയുന്നത്? മീനു, ഞാൻ കണ്ടപ്പോഴൊക്കെ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്തൊരു പോസിറ്റിവിറ്റിയുള്ള മുഖമാണെന്നോ? എന്തോ ഇന്നലെ കണ്ട മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. മീര എന്തോ ആലോചിച്ചുകൊണ്ട് മീനുവിനോട് പറഞ്ഞു. ഇനി അതറിയാതെ ചേച്ചിക്ക് സമാധാനം ഉണ്ടാകില്ല. രഞ്ജുവേട്ടൻ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഈ മണ്ടൻ തല എപ്പോഴും പുകച്ചുകൊണ്ടിരിക്കണമല്ലോ എൻ്റെ ചേച്ചിക്ക് എന്ന് പറഞ്ഞ് മീനു കളിയാക്കി. 4 ദിവസങ്ങൾക്ക് ശേഷം മീര സ്കൂളിലേക്ക് പോകാനായി ലൈബ്രറിയുടെ മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. മീര, വിളി കേട്ട് മീര നോക്കിയപ്പോൾ കാർത്തിക് നിൽക്കുന്നു. കാർത്തിക്കിനെ കണ്ട് മീര ഞെട്ടി. താൻ കാർത്തിക്കിനെ ആദ്യം കാണുമ്പോഴുള്ള അതേ പുഞ്ചിരി നിറഞ്ഞ മുഖം, അതേ തിളക്കമുള്ള കണ്ണുകൾ. കാർത്തിക് സാറോ? മീര അതിശയത്തോടെ ചോദിച്ചു. ഇതാ മീര തന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് കാർത്തിക് തൻ്റെ കയ്യിലെ പുസ്തകങ്ങൾ മീരയുടെ നേരെ നീട്ടി. മീര പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ കാർത്തിക്കിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കാർത്തിക്കിനെ തന്നെയാണോ താൻ ഞായറാഴ്ച കണ്ടത്? മീരയ്ക്ക് സംശയമായി. ബുക്സ് കിട്ടിയതുകൊണ്ട് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ. താങ്ക്സ് മീര. മീര സ്കൂളിലേക്ക് പോകാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ? അതെ. ഞായറാഴ്ച താൻ കാർത്തിക്കിനെ കണ്ട കാര്യം മീരയ്ക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മീരയ്ക്കെന്തോ ചോദിക്കാൻ ഒരു മടി തോന്നി. കാരണം അന്ന് താൻ കണ്ടത് കാർത്തികിനെ തന്നെയാണോ എന്ന് മീരയ്ക്ക് സംശയമായി. സാറോ കോളേജിലോട്ടല്ലേ എന്ന് മാത്രം ചോദിച്ചു. ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴിയാ. അപ്പോഴാണ് മീര ഇവിടെ നിൽക്കുന്നത് കണ്ടത്. എന്നാ ബുക്ക് വന്നിട്ട് പോകുക എന്ന് കരുതി. സെമിനാർ കഴിഞ്ഞോ? മീര ചോദിച്ചു. ആക്ച്വലി സെമിനാറിന് വേണ്ടിയല്ല, കോളേജിൽ ആനുവൽ ഡേക്ക് വേണ്ടി ഒരു നാടകം എഴുതാനായിരുന്നു. സാർ നാടകമൊക്കെ എഴുതുമോ? ഒന്ന് എഴുതി നോക്കി. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞു. എന്നിട്ട് ഒരല്പം മടിയോടെ മീരയെ നോക്കി. പിന്നെ മീരയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വൈകുന്നേരം ഒരു കോഫി ആയാലോ? ഈ നാട്ടിൽ വന്നിട്ട് ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്ക് ഒരു കോഫി പോലും ഞാൻ ഓഫർ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? അയ്യോ, അതൊന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ബുക്സ് കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? അതൊരു ഹെൽപ്പായിട്ടല്ല, ഒരു നന്മയായി ഞാൻ കാണുന്നു. ആയിക്കോട്ടെ, എന്നാലും ടീച്ചർക്ക് ഞാനൊരു കോഫി ഓഫർ ചെയ്യുന്നു. തികച്ചും നല്ലൊരു സുഹൃത്തായി എൻ്റെ ഒരു സന്തോഷം ടീച്ചർ വരണം. ടീച്ചർക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പ്ലീസ്.
കാർത്തിക്കിൻ്റെ ആവശ്യത്തിന് മുന്നിൽ മീരയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. വൈകുന്നേരം ടീച്ചർ എത്ര മണിക്ക് ഫ്രീ ആകും? കാർത്തിക് ചോദിച്ചു. ഞാൻ 4:30 ഇവിടെ എത്തും, മീര മറുപടി പറഞ്ഞു. ഓക്കെ, എന്നാൽ ടീച്ചറെ 4:30 കാണാം. കാർത്തിക് പറയുമ്പോഴേക്കും മീരയ്ക്ക് പോകാനുള്ള ബസ് എത്തിയിരുന്നു. മീര കാർത്തിക്കിനെ നോക്കി തലയാട്ടിക്കൊണ്ട് ബസ്സിൽ കയറി. കാർത്തിക്കും തൻ്റെ ബൈക്കിൽ കോളേജിലേക്ക് പോയി. അന്ന് വൈകുന്നേരം മീര ക്ലാസ് കഴിഞ്ഞിറങ്ങാൻ നേരം മീരയുടെ ഫോണിലേക്ക് മീനുവിൻ്റെ കോൾ വന്നു. ഹലോ മീനു. ആ ചേച്ചി, എനിക്കിന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു, ഇന്ന് ലൈബ്രറി പോകണ്ട, നമുക്കൊരു പഫ്സ് കഴിക്കാൻ പോയാലോ? മീനുവിൻ്റെ ചോദ്യം കേട്ട് മീര ഒന്ന് ചിരിച്ചു. കാർത്തിക് കോഫി ഓഫർ ചെയ്ത കാര്യം നേരിൽ പറയാം എന്ന് മീര മനസ്സിൽ കരുതി. എന്നിട്ട് മീനുവിനുള്ള മറുപടിയായി പിന്നെന്താ, തീർച്ചയായും പോകാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ലൈബ്രറിയുടെ മുന്നിൽ ബസ് ഇറങ്ങിയതും മീനു വണ്ടിയുമായി നിൽക്കുന്നു. മീരയെ കണ്ടതും ചേച്ചി ഗുഡ്ലാൻഡിലേക്ക് പോകല്ലേ, അവിടുത്തെ ചിക്കൻ പഫ്സ്, ആലോചിക്കുമ്പോൾ തന്നെ നാവ് വെള്ളം വരുന്നു. നിക്ക്, ഇപ്പോൾ പോകാം, നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാകും, മീര പറഞ്ഞു. അതാരാ ചേച്ചി? ഒന്ന് വെയിറ്റ് ചെയ്യേ, ഇപ്പോൾ വരും തോന്നുന്നു എന്ന് പറഞ്ഞ് മീര ചുറ്റിനും നോക്കി. ചേച്ചി ആരെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ഇന്ന് തൃശ്ശൂർ പോയിരിക്കുന്നത് കൊണ്ട് രഞ്ജുവേട്ടനായിരിക്കാൻ സാധ്യതയില്ല, പിന്നെ ആരായിരിക്കും? മീനു ചിന്തിച്ചു. അപ്പോഴേക്കും കാർത്തിക് മീനുവിൻ്റെ അടുത്ത് കൊണ്ട് വന്ന് ബൈക്ക് നിർത്തി. മീര നേരത്തെ എത്തിയോ? കാർത്തിക് ചോദിച്ചു. ഇല്ല, ബസ് ഇറങ്ങിയതേ ഉള്ളൂ. മീനു, ഇതാരാണെന്ന് മനസ്സിലായോ? ചേച്ചിയുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ, ഒന്ന് ആലോചിച്ചതിന് ശേഷം കാർത്തിക് സാറാണോ? മീനു സംശയത്തോടെ ചോദിച്ചു. അതെ എന്നർത്ഥത്തിൽ മീര തലയാട്ടി. എന്നിട്ട്, സർ, ഇതാണ് മീനു, എൻ്റെ സിസ്റ്റർ. അവൾക്കിന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു, എൻ്റെ കൂടെ ഇവളുമുണ്ട് കേട്ടോ, മീര കാർത്തിക്കിനോട് പറഞ്ഞു. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോകാനോ? നിങ്ങൾക്ക് വണ്ടിയുള്ള സ്ഥിതിക്ക് എൻ്റെ ഹോസ്റ്റലിന് മുന്നിൽ ചായക്കടയുണ്ട്, മൂസാക്കാൻ്റെ ചായക്കട എന്നാണ് പേര്. നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ? ഇല്ല, പലപ്പോഴും ആ വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ പോയിട്ടില്ല, മീര മറുപടി പറഞ്ഞു. എങ്കിൽ നമുക്ക് അവിടെ പോകാം. അവിടുത്തെ ചായ മാത്രമല്ല, അവിടെ ഒരു പ്രത്യേക വൈബാണ്. അതിൻ്റെ ഉള്ളിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഹേ ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം, മീര പറഞ്ഞു. മീര കാർത്തിക്കിനോട് സംസാരിക്കുമ്പോഴെല്ലാം മീനു ചേച്ചിയെ ശ്രദ്ധിച്ചു. കാർത്തിക് അവരോട് തൻ്റെ പിന്നിൽ വന്നോളാൻ പറഞ്ഞ് ബൈക്കും എടുത്ത് പോയി. സാറിൻ്റെ വണ്ടിയുടെ പിന്നാലെ പോകാൻ മീര മീനുവിനോട് നിർദ്ദേശിച്ചു. ചേച്ചി, എന്താണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മീനു അർത്ഥം വെച്ചുകൊണ്ട് മീരയോട് ചോദിച്ചു. ഇതിനിത്ര മനസ്സിലാകാനൊന്നുമില്ല. രാവിലെ ഞാനിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്നെ കണ്ടപ്പോൾ സാറ് ബുക്സ് തരാൻ വന്നു. ഒരു ഹെൽപ്പ് ചെയ്ത ആൾക്ക് ഒരു കോഫി തരണമെന്ന് സാറിന് നിർബന്ധം. ഒടുവിൽ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ കോഫി കുടിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചിരുന്നു. എന്തായാലും നീയുള്ളത് നന്നായി. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു, പക്ഷേ നോ എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് കരുതി ഓക്കെ പറഞ്ഞതാ. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ സാറിനെ കാണുമ്പോൾ എന്തോ ഒരു ചൈതന്യം മുഖത്തുള്ളതുപോലെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സാറിനെ ശ്രദ്ധിച്ചു. നമുക്കൊന്നുകൂടി കാണാൻ തോന്നുന്നൊരു മുഖം അല്ലേ ചേച്ചി? അത് തന്നെയാണ് എന്നെയും ആകർഷിച്ചത്. ആകെ 5 മിനിറ്റാണ് സംസാരിക്കുന്നെങ്കിലും നമുക്കൊരുപാട് ആത്മബന്ധം തോന്നിപ്പോകും. പിന്നെ ചോദിക്കാൻ വിട്ടുപോയി, ഞായറാഴ്ച സാറിനെ കണ്ടവരും പറഞ്ഞോ, സാറിന് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചോ? ഇല്ല മീനു, ഞാൻ ചോദിച്ചില്ല. എനിക്കിപ്പോൾ സംശയമായി, സാറിനെ തന്നെയാണോ അന്ന് കണ്ടതെന്ന്. നീ കണ്ടതല്ലേ, സാറിൻ്റെ മുഖത്ത് അങ്ങനെ ഒരു വിഷമം ഒട്ടുമില്ലെന്ന് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്ന് കണ്ടപ്പോഴും. ചിലപ്പോൾ ചേച്ചി ഇതുപോലെ സാദൃശ്യമുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, മീനു പറഞ്ഞു. കാർത്തിക്കിന് പിന്നാലെ തന്നെ മീനു വണ്ടി ഓടിച്ചു പോയി. അല്പസമയത്തിനുള്ളിൽ അവർ ആ ചായക്കടയിലെത്തി. കാർത്തിക് വണ്ടി നിർത്തി മീരയെയും മീനുവിനെയും ക്ഷണിച്ചുകൊണ്ട് മുസാക്ക എന്ന് വിളിച്ച് ചായക്കടയുടെ അകത്തേക്ക് കയറി. പിന്നാലെ മീരയും മീനുവും പോയി. ഇവരൊക്കെ ആരാ സാറേ, കൂടെ പഠിപ്പിക്കുന്നവരാണോ? മൂസാക്ക കാർത്തിക്കിനോട് ചോദിച്ചു. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ആദ്യം പരിചയപ്പെട്ടത് ഈ ടീച്ചറെയാണ്. ഇത് മീര, ഇത് ഇവരുടെ സിസ്റ്റർ മീനു. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞു. നിങ്ങൾക്ക് കോഫിയാണോ ചായയാണോ വേണ്ടത്? മീരയോട് കാർത്തിക് ചോദിച്ചു. കോഫി മതി, മീര പറഞ്ഞു. രണ്ടാൾക്കും കോഫി മതിയോ? ഞങ്ങൾ രണ്ടാൾക്കും കോഫിയാണ് ഇഷ്ടം. എങ്കിൽ മൂസാക്ക 3 കോഫി, കാർത്തിക് പറഞ്ഞു.
എങ്കിൽ നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ, ഇപ്പോൾ കൊണ്ടുവരാം, മൂസാക്ക പറഞ്ഞു. അവർ 3 പേരും അവിടെയുള്ള ഒരു ബെഞ്ചിൽ പോയിരുന്നു. മീരയും മീനുവും അവിടെയുള്ള ചുമരുകളിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട്, നല്ല രസമില്ലേ ചുമരുകളൊക്കെ കാണാൻ? എല്ലാം മൂസാക്ക തന്നെ വരച്ചതാണ്, കാർത്തിക് പറഞ്ഞു. ഒരു കലാകാരൻ തന്നെയാണല്ലോ മൂസാക്ക, മീര പറഞ്ഞു. നിങ്ങൾക്കെങ്ങനെ പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? പിന്നെ ചേച്ചി പഴയ പാട്ടുകളുടെ ആളാ. ആഹാ, എന്നാ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് മൂസാക്ക ആ പാട്ടൊന്ന് വെച്ചേ, കാർത്തിക് വിളിച്ചു പറഞ്ഞു. കാർത്തിക് പറഞ്ഞയുടൻ തന്നെ മൂസാക്ക തന്റെ ടേപ്പ് റെക്കോർഡറിൽ പാട്ട് വെച്ചു. ആഹാ, മൈ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞ് മീര അതിൻ്റെ വരികളോടൊപ്പം പതിയെ ചുണ്ടനക്കി. മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ. ആ പാട്ടിൽ മീര ലയിച്ചിരുന്നു. മീനു പഠിക്കുകയാണോ? കാർത്തിക് ചോദിച്ചു. ആ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ BSc കെമിസ്ട്രി. ഓ, ഏത് കോളേജിലാണ്? മേഴ്സി കോളേജിൽ. അപ്പോഴേക്കും 3 കോഫിയുമായി മൂസാക്ക എത്തി. തുടരും. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.